തിരുവനന്തപുരം ചെറുവാരക്കോണം CSI ലോ കോളേജിൽ സംഘർഷം. മാനേജർ അഡ്വക്കേറ്റ് സുനിൽ രാജിനെ ടി പ്രവീണിനെ ഗുണ്ടകൾ കയ്യേറ്റം ചെയ്തെന്ന ആരോപണം. ഗുണ്ടകൾ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാക്കറവിള സതീഷിന്റെയും പെരുങ്കടവിള റസലിന്റെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം ഗുണ്ടകൾ ഇരച്ച് എൻ്റെ ഓഫീസ് മുറിയിൽ കയറുകയും എന്നെ പിടിച്ച് വലിക്കുകയും എന്നെ വലിച്ചു നിറക്കി എന്നെ മർദ്ദിക്കുകയും പല ഭാഗങ്ങൾ നെഞ്ചിലും പല ഭാഗങ്ങൾ ഇടിച്ചു. എൻ്റെ കഴുത്ത് കിടന്ന 3 പവൻ വരുന്ന മാല വലിച്ചു പൊട്ടിച്ചെടുത്തു. അതുപോലെ എൻ്റെ കല്യാണ മോതിരം ഒഴിച്ചു എടുത്തു. എൻ്റെ മൊബൈൽ അടിച്ച് പൊട്ടിച്ചു, അതിന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ജിബിൻ JB വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജിബിൻ, എന്തിനാണ് ഈ കയ്യേറ്റം, എപ്പോഴാണ് നടന്നത്, ലഭ്യമാവുന്ന വിവരങ്ങൾ? അതിനപ്പുറത്തേക്ക് ടി പ്രവീണിന്റെ ഗുണ്ടാ സംഘങ്ങളാണ് എന്നുള്ള വിവരം എങ്ങനെ ലഭ്യമാകുന്നു? അക്ഷയ, ഈ CSI ദക്ഷിണ കേരള മഹായിടവകയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിഭാഗീയതയുണ്ട്. ഇതിൽ തുടർന്ന് തന്നെ ഈ CSIയുടെ നേതൃത്വത്തിലുള്ള ചെറുവാരക്കോണം CSI ലോ കോളേജിലും 2 ടീമായാണ് അവിടെ ആളുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാനേജർക്ക് ഇപ്പോൾ ആക്രമണം നേരിടേണ്ടി വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മാനേജറായിട്ട് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുള്ള സുനിൽ രാജിന് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ മാനേജറായി അവിടെ ചുമതല ഏൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കിട്ടുന്നത്. ഇതിൽ പ്രകാരം അയാൾ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയോടുകൂടി ഈ കോളേജിലെത്തി അവിടെ അധ്യാപകരുമായി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അധ്യാപകരുമായി ചർച്ച നടത്തുന്ന സമയത്താണ് ഒരു സംഘം അവിടെ എത്തുകയും ഇയാളെ മർദ്ദിക്കുകയും ഇയാളുടെ കൈക്കും കാലിനും ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 8000 രൂപയും സ്വർണ്ണമാലയും മോതിരവും ഒക്കെ തന്നെ ഈ ഗുണ്ടാ സംഘം കൈക്കലാക്കിക്കൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ ഈ സുനിൽ രാജ് എന്ന് പറയുന്ന മാനേജർ ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ, ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഈ മുൻ CSI ദക്ഷിണ കേരള സഭയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ടുള്ള ടി പ്രവീണാണെന്നാണ് ഇയാൾ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും പാർശ്വല പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ അക്രമികൾ കൊണ്ടുപോയതായാണ് പറയപ്പെടുന്നത്. എന്തായാലും പോലീസ് ഈ ഒരു സുനിൽ രാജ് എന്ന് പറയുന്ന മാനേജറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്.